രാജഗിരി ജോസ്ഗിരി PWD റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ ഇടഞ്ഞു നീങ്ങുന്നതിനെതിരെ നാട്ടുകാർ പ്രതിഷേധിച്ചു. 2 മാസം മുമ്പ് നവീകരണ പ്രവൃത്തിക്കായി റോഡ് പൊളിച്ച് പ്രവൃത്തി ആരംഭിക്കുകയായിരുന്നു. പിന്നീട് യാതൊരു പുരോഗമന പ്രവർത്തനങ്ങളും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ പ്രവൃത്തിയിലെ മെല്ലെപ്പോക്കിനെതിരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ശക്തമായ ജനകീയ പ്രതിഷേധമാണ് രാജഗിരിയിൽ നടന്നത്. പ്രശ്നത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. അധികൃതരുടെ ഭാഗത്തു നിന്ന് അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനിക്കൽ യോഗം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് കോഴിച്ചാൽ ജോസ്ഗിരി PWD ഏറ്റെടുത്ത റോഡിൻ്റെ പണി പൂർത്തിയാക്കാത്തത് മൂലം ജനങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു വിഷമതകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും കാര്യങ്ങൾ മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതിനും വേണ്ടിയാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. നമുക്കറിയാം, PWD ഏറ്റെടുത്ത ഒരു വർക്കാണ്. ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് അതിന് പരിമിതികളുണ്ട്. നമുക്കതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്. എന്നാൽ പോലും ഞങ്ങൾ ഭരണസമിതി നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ആ ഒരു വിഷമവും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. വാർഡ് മെമ്പർ വന്ന് പല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇവിടെ ഇരിക്കുന്ന മുഖങ്ങളെല്ലാം എനിക്ക് പരിചിതങ്ങളാണ്. കാരണം പല സമയത്തായിട്ട് ഈ റോഡിൻ്റെ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ ഓഫീസിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ പല സന്ദർഭങ്ങളായി മുകളിലുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇരുന്നത്. ഇത് ഞങ്ങൾ ആദ്യമായിട്ട് പയ്യന്നൂർ അസിസ്റ്റൻ്റ് എഞ്ചിനീയർക്ക് ഫോൺ വിളിക്കുകയും അതിനുശേഷം തെളിവിന് വേണ്ടി നമ്മൾ ഫോൺ വിളിച്ച് മാത്രം പറഞ്ഞാൽ പോരല്ലോ എന്ന് വിചാരിച്ച് മെയിൽ അയച്ചതിൻ്റെ കോപ്പിയാണ്. പിന്നീട് ഞങ്ങൾ കണ്ണൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് PWD കണ്ണൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ വിളിച്ചിരുന്നു. അവർക്ക് അയച്ചതിൻ്റെ കോപ്പിയാണ്. അതുപോലെ തന്നെ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PWD തളിപ്പറമ്പിൽ അവിടേക്ക് വിളിച്ചു. അതോടൊപ്പം MLAക്ക് വിളിച്ചു. അവസാനമായിട്ട് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന നിലയ്ക്ക് കണ്ണൂർ കളക്ടറാണെങ്കിലും പുള്ളി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനാണല്ലോ. അപ്പോൾ അത് കാണിച്ച് അങ്ങനെ തന്നെ ഹെഡിങ് വെച്ചുകൊണ്ട് ഞങ്ങൾ അയച്ച മെയിലാണ് ലാസ്റ്റ് ഇത്. അപ്പോൾ കളക്ടറെ ഞങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ട് പിന്നെ കളക്ടറുടെ PAയുമായിട്ടും അവിടെ ഓഫീസിലിരിക്കുന്ന സ്റ്റാഫുമായിട്ടും ഒക്കെ ഞങ്ങൾ ഫോൺ വിളിച്ച് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഒരു മറുപടി എന്ന് പറയുന്നത് കളക്ടറിൻ്റെ ചേംബറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ചയ്ക്ക് മുമ്പേ 1.5 ആഴ്ചയോളമായി. അപ്പോൾ ഒരു 3-4 ആഴ്ച കഴിയാതെ കളക്ടർ വന്നാൽ ഇവിടെ കണ്ണൂർ ഇരിക്കാൻ ഉള്ളൊരു ഓഫീസ് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് പുള്ളി തിരുവനന്തപുരത്താണ്. എന്തെങ്കിലും അത്യാവശ്യ മീറ്റിങ്ങുകളുണ്ടെങ്കിൽ മാത്രം ഇവിടെ വന്ന് ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത് അന്ന് തന്നെ തിരിച്ചു പോകും. അതുകൊണ്ട് ഈ ചേംബറിൻ്റെ പണി കഴിയാതെ നിങ്ങൾക്ക് മുഖാമുഖം കാണാനൊരു അവസരം കിട്ടുകയില്ലെന്നാണ് ഓഫീസിൽ നിന്ന് അവരുടെ PA ഞങ്ങൾ വിളിച്ചപ്പോൾ ഞങ്ങൾക്ക് വിളിക്കുന്നത്. പഞ്ചായത്ത് അംഗം ഷൈമ ജനു തച്ചുകുന്നൽ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി, വിജയ് K. ജോൺ, ബിനോയ് മുതുകാട്ടിൽ, ജോസ് തച്ചുകുന്നൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനായി ഈ സർവകക്ഷി യോഗത്തിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിനായി വാർഡ് മെമ്പർ ഷൈമ ജനുവിന് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വാർഡ് വിളിച്ചിട്ട് ആരും തന്നെ എത്തിയില്ല. അത് ഒത്തിരി സങ്കടമുണ്ട്. കാരണം ജോസ്ഗിരിക്കാർ ആരും തന്നെ ഇല്ലെന്നിരിക്കുന്നു. പിന്നെ ഉച്ച സമയം ആയതുകൊണ്ടായിരിക്കും, പണിത്തിരക്കും എല്ലാം ഉള്ളതുകൊണ്ടാണ് എല്ലാവരും വരാത്തത്. പിന്നെ ഈ നമ്മുടെ റോഡിൻ്റെ പരാതി ഞാൻ കളക്ടർക്ക് കൊണ്ട് കൊടുത്തായിരുന്നു. 100 പേരുടെ ഒപ്പുമിട്ട് ഞങ്ങൾ 2 പേര് പോയി കളക്ടർക്ക് പരാതി കൊടുത്തു. അപ്പം ചെയ്യാൻ നോക്കാം എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ കൃത്യമായിട്ടൊരു മറുപടി തന്നില്ല. അതുപോലെ തന്നെ പ്രസിഡന്റ് ഇവിടുന്ന് മെയിൽ അയച്ചു. എന്നിട്ടും അതിനും ഒരു മറുപടി കിട്ടില്ല. MLAക്ക് അയച്ചു, കളക്ടർക്ക് അയച്ചു. അതിനൊരു മറുപടി കിട്ടിയിട്ടില്ല നമുക്ക്. അപ്പം റോഡിൻ്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എത്രയും പെട്ടെന്ന് അതെന്ത് ചെയ്യണം, എങ്ങനെ നമുക്കതിനെ അത് പുനർസംഘടിപ്പിക്കാമെന്നുള്ളതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. അതിനുവേണ്ടി ഒരു ചർച്ച നടത്തി എല്ലാവർക്കും കൂടി ഒരു തീരുമാനം എടുക്കാനാണ് നമ്മൾ ഇന്ന് ഇവിടെ യോഗം കൂടിയിരിക്കുന്നത്. ചർച്ച നടത്തുന്നതിൽ പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. മാസങ്ങൾക്ക് മുമ്പ് ഈ പ്രവൃത്തി ഉദ്ഘാടനം എന്ന രീതിയിൽ വലിയൊരു പരിപാടി ഇവിടെ നടക്കുകയും ആ റോഡ് ഗതാഗത യോഗ്യമായിരുന്ന റോഡ് അത് പിന്നെ മാന്തിപ്പൊളിച്ച് എനിക്ക് നാട്ടുകാരെല്ലാം വളരെ സന്തോഷത്തോടുകൂടിയായിരുന്നു ആ ഒരു കക്കാടം റോഡ് ഇങ്ങനെ വരവേറ്റത്. ഒരുപാട് ഈ പ്രദേശത്തെ ജനങ്ങളെല്ലാം ആ ഭാഗത്തൊന്നും ഉണ്ടായിരുന്നു. പിന്നെ MLA അടക്കമുള്ളവർ അത് വലിയ ആഘോഷപൂർവ്വമാണ് അന്ന് പ്രവൃത്തി ഉദ്ഘാടനം നടത്തിയിരുന്നത്. പക്ഷേ വളരെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, എത്രയും മാസങ്ങൾ കഴിഞ്ഞിട്ടും ഈ പദ്ധതി ഏറ്റെടുത്തിരിക്കുന്നത് KMT ഗ്രൂപ്പ് എന്ന് പറയുന്ന വലിയൊരു കമ്പനിയാണ്. ഈ കമ്പനിക്ക് പിന്നെ എൻ്റെ പദ്ധതി കാലയളവ് എന്ന് പറയുന്ന അതിൻ്റെ ടെൻഡർ പ്രകാരം 13/7/2025 ഇവർക്കിത് പ്രവൃത്തി തുടങ്ങാൻ അനുമതി കൊടുത്തിരിക്കുന്നത്. അത് പൂർത്തിയാക്കാനുള്ള അനുമതിയുടെ സമയം എന്ന് പറഞ്ഞാൽ 12/3/2026. അതായത് ഇവർക്ക് ഈ കക്കാടം റോഡ് ടാറിങ്ങിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമാക്കേണ്ട സമയം ഇപ്പോൾ 1 മാസം 1.5 മാസം കഴിഞ്ഞിരിക്കുകയാണ്. എന്നിട്ടും അതിൻ്റെ ഒരു തുടർ നടപടി എന്നതിന് യാതൊരു പ്രവൃത്തി ഇവിടെ നടന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ പ്രദേശത്ത് 2-3 വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നൊരു സ്ഥലമാണ്. ഒന്ന്, ഇവിടെ നമുക്കെല്ലാം അറിയാവുന്ന പോലെ കോറയായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു പ്രശ്നം, പരിസ്ഥിതി ആഘാത മേഖലയിൽ വലിയൊരു കോറ് പ്രവർത്തിക്കുന്നു. അത് നിരന്തരമായ പ്രശ്നങ്ങൾ പഞ്ചായത്ത് അവർക്ക് ഇടപെട്ടുകൊണ്ട് അതിന് സ്റ്റോപ്പ് കൊടുത്തിരിക്കുന്നു. രണ്ടാമത് വലിയൊരു പ്രശ്നം നമുക്കറിയാം, ഈ മേഖലയിൽ കാട്ടാനയുടെ ശല്യം
നിരവധിയായ പ്രശ്നങ്ങൾ അതൊരു വഴിക്ക് അങ്ങനെയുണ്ട്. അപ്പം ജനങ്ങൾ നിരവധിയായ പ്രശ്നങ്ങൾ തരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മനുഷ്യനിർമ്മിതമായ മറ്റൊരു പ്രശ്നം കൂടെ ഇവിടെ ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. ഇപ്പം ഈ ഭാഗത്തെ ജനങ്ങൾക്ക് ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രദേശത്തെ ജനങ്ങൾ ഇപ്പം ഈ വലിയ മഴയും കൂടെ വന്നു കഴിഞ്ഞാൽ ഈ രാജഗിരി ജോസിഗിരി ഭാഗം ഈ ചെറുപുഴ പഞ്ചായത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലോട്ടാണ് കടന്നു പോകുന്നത്. കുറച്ച് ഗൗരവമായി ചിന്തിക്കേണ്ട സാഹചര്യം ഉണ്ടായതിൽ വളരെ നല്ല കാര്യമെന്നേ പറയാനുള്ളൂ. നമുക്കറിയാം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കോറ അതിൻ്റെ വലിയ വാഹനങ്ങൾ വലിയ ഭാരം കയറ്റി ഇതിലെ ഓടിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ റോഡ് തകർന്നത്. അതിൻ്റെ അപ്പുറത്തേക്കുള്ള റോഡ് തകർന്നിട്ടില്ല. അതിനെതിരെ നമ്മൾ PWDയിലും എല്ലായിടത്തും പരാതി കൊടുത്തിട്ടുണ്ട്. അതേപോലെ മറ്റൊന്നാണ്, ഇത് തകർന്നതിന് ശേഷം ഇത് നന്നാക്കാനെന്നുള്ള രൂപത്തിൽ ഈ റോഡ് ബാക്കിയും കൂടെ കുത്തിപ്പൊളിച്ച് നിർത്തിയിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ കുത്തിപ്പൊളിച്ച് ഇട്ട് പോയിട്ട് ഇപ്പോൾ ഏതാണ്ട് 2 മാസത്തിന് മുകളിലായെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇലക്ഷൻ കടന്നുപോയി, മറ്റ് പല കാര്യങ്ങൾ ഉണ്ടായി. പക്ഷേ ഈ കാലത്തിലായിട്ട് ആ പ്രവൃത്തി ഏറ്റെടുത്തിട്ടുള്ള കരാറുകാരനെ ഈ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിനോ അതുമായിട്ട് ബന്ധപ്പെട്ട് ആ പ്രവൃത്തി നിയന്ത്രിക്കേണ്ട PWDയുടെ എഞ്ചിനീയർമാർ അത് കൈകാര്യം ചെയ്യുന്നതിനോ അതിൻ്റെ കുറവുകൾ നോക്കി പരിഹരിച്ച് അടിയന്തരമായി പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിനോ തയ്യാറായില്ല എന്നുള്ളതുകൊണ്ട് ഈ നാട്ടിലെ ഈ റോഡ് ഉപയോഗിക്കുന്ന മുഴുവൻ ജനങ്ങളും വളരെ അപകടകരമായ രീതിയിലുള്ള യാത്രാ ദുരിതമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഇവിടെ പ്രദേശവാസികളുടെയും പഞ്ചായത്ത് ഭരണാധികാരികളുടെയും അതേപോലെ ജനപ്രതിനിധികളുടെയും വാർഡ് മെമ്പർമാരുടെയൊക്കെ നേതൃത്വത്തിൽ ഇവിടെ വിളിച്ചു ചേർത്ത ഈ ആക്ഷൻ കൗൺസിൽ രൂപീകരണ യോഗത്തിൽ ഇത്തരം വിഷയത്തിന് എങ്ങനെയാണ് നമുക്കൊരു സൊല്യൂഷൻ, അതാണ് നമുക്കറിയേണ്ടത്.